എല്ലാവർക്കും ഭജഗോവിന്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയൊരു വീഡിയോ. ഇന്ന് നമ്മൾ പറയുന്നത് ആയില്യാണ് ഇനി വരാൻ പോകുന്നത്. അത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആയില്യാണ് ഈ ശനിയാഴ്ച നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ആയില്യത്തിൽ നമ്മൾ ഒരുപാട് പേര് ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടി വ്രതം എടുത്തിട്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. 7 ദിവസത്തെ വ്രതവും 3 ദിവസത്തെ വ്രതമൊക്കെ എടുക്കുന്നവരുണ്ടായിരിക്കാം. പാമ്പുമേക്കാവും അല്ലെങ്കിൽ പാതിരാക്കുന്ന് മനയൊക്കെ പോകുന്ന ഒരുപാട് പേര് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കാണെങ്കിലും ചിലപ്പോൾ വ്രതം എടുക്കുന്നവരുണ്ടായിരിക്കും ആയില്യത്തിന്. അപ്പോൾ അത് ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഈ ആയില്യത്തിൽ മാത്രമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നാഗദൈവങ്ങളെ ആരാധിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ ആരാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്ന, ബിസിനസ് പരമായിട്ടാണെങ്കിലും ധനപരമായിട്ടാണെങ്കിലും വിവാഹപരമായിട്ടാണെങ്കിലും അസുഖങ്ങളായിക്കോട്ടെ, ഇപ്പോൾ എന്തെങ്കിലും രോഗപീഠകളൊക്കെ ഉണ്ടെങ്കിൽ നാഗദൈവങ്ങളെ നമ്മൾ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലം ആ നിമിഷം നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം പലരുടെയും ലൈഫിലുണ്ടായിരിക്കും. ഇപ്പം നാമം ചൊല്ലുമ്പോഴാണെങ്കിൽ പോലും നാഗദൈവങ്ങളെ നമ്മൾ സ്തുതിക്കുമ്പോൾ ഫലം നമുക്ക് ഉടനടിയാണ് ചിലപ്പോൾ കിട്ടാറ് അല്ലേ. ഒരു അസുഖമാണെങ്കിൽ തന്നെ അതിനൊരു ആശ്വാസം നമുക്ക് കിട്ടാറുണ്ട്. കിട്ടുന്നുണ്ടവരുണ്ട്. ഇല്ല എന്നുള്ളവർക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഓരോന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളരി പൂജ, ആയില്യ പൂജയൊക്കെയാണ് ആദ്യം പറയുന്നത്. ഇത് വെള്ളരി പൂജയും ആയില്യ പൂജയും നൂറും പാലും കൂടി നമുക്ക് സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെ പേരിലും ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഒരു വീട്ടിൽ എത്ര പേരുണ്ട്, എത്രയും പേർക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ഗൃഹനാഥൻ്റെയും വീട്ടുപേരൊക്കെ പറഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആയില്യത്തിനും ചെയ്യാവുന്നതാണ്. ആയില്യത്തിലാണ് കൂടുതലും അമ്പലങ്ങളിൽ ഇത് ചെയ്തു വരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങിക്കോളൂ. ഈ വരുന്ന ശനിയാഴ്ച മുതൽ നിങ്ങൾ തുടങ്ങിക്കോളൂ. ഒരു കാര്യം മനസ്സിൽ വിചാരിക്കും, ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങും. നിങ്ങളെ നിർബന്ധിക്കുന്നില്ല ഞാൻ. വിശ്വാസമുള്ളവരെ ചെയ്താൽ മതി. വിശ്വാസം ഉണ്ടെങ്കിലാണ് അത് സാധിക്കുള്ളൂ കേട്ടോ. അതും വേറൊരു കാര്യമാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, വിവാഹത്തിന് വേണ്ടി വിചാരിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു മാസം ഒരു ആയില്യം എത്തുന്നതിന് മുൻപ് ആ ഒരു കാര്യം വിചാരിച്ച് ഒരു വഴിപാട് ചെയ്ത് നോക്കൂ. അതിലെന്തായാലും ഗുണം കിട്ടും. ഇനി അടുത്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പട്ട്, ധാന്യം, ദിവ്യാഭരണങ്ങൾ, ഇതൊക്കെ നാഗദൈവങ്ങൾക്ക് സമർപ്പിക്കുകയാണെങ്കിൽ പട്ടും ധാന്യം എന്തു തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളിയോ പൊന്നോ എന്തു തന്നെ ആയിക്കോട്ടെ, ഇത് നമ്മൾ നമുക്ക് സൽകീർത്തി, അതായത് വിദ്യ കൊണ്ട് സൽകീർത്തി അല്ലെങ്കിൽ കലാസാഹിത്യപരമായിട്ടുള്ള സൽകീർത്തി കിട്ടാനായിട്ട് ഈ പട്ട്, ധാന്യം ഒക്കെ നമുക്ക് ഉപകരിക്കും. അപ്പോൾ സംഗീതം പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, വിവിധ റിയാലിറ്റി ഷോകളിലുള്ള കുട്ടികളുണ്ടായിരിക്കാം, പിന്നെ കായികപരമായിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഫലം കിട്ടും. ഇനി ആരോഗ്യം വീണ്ടും കിട്ടാനായിട്ടാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടിലിരിക്കുകയാണെങ്കിൽ ഉപ്പ് വഴിപാടായിട്ട് കൊടുക്കുക കേട്ടോ. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. സമ്പത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മഞ്ഞളാണെങ്കിൽ വിഷനാശത്തിന്, അതായത് എന്തെങ്കിലും പ്രാണികളൊക്കെ കടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന രീതിയിലുള്ള വിഷാംശമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ചേന, ത്വക്ക് രോഗങ്ങൾക്ക് വേണ്ടി ശമിക്കാനും ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. കുരുമുളക്, കടുക്, ചെറുപയർ തുടങ്ങിയവയും ശമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. നെയ്യാണെങ്കിൽ നല്ല വീട്ടിലുണ്ടാക്കിയ നല്ല നെയ്യൊക്കെ ആണെങ്കിൽ അത് ശ്രേഷ്ഠം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. നെയ്യാണെങ്കിൽ ദീർഘായുസിന് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. വെള്ളി, സ്വർണം എന്നിവയിൽ നിർമ്മിച്ച സർപ്പരൂപമാണെങ്കിൽ, അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ മുട്ട എന്നീ രൂപങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സർപ്പദോഷ പരിഹാരം അതിനായിട്ട്, അതായത് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ രോഗപരമായിട്ടൊക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ സമർപ്പിച്ച് മനസ്സാൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിൽ വേണമെങ്കിൽ നമുക്ക് അടിയിൽ പട്ട് വെക്കണമെങ്കിൽ വെക്കാം, പണം വെക്കണമെങ്കിൽ വെക്കാം. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വിചാരിച്ച് പ്രാർത്ഥിച്ച് വെച്ച് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അതാത് അവസരത്തിൽ ഓർക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. ഇനി പറയുന്നതാണ് പാല്, കദളിപ്പഴം, നെയ്യ്, പായസം. ഇതേത് വേണമെങ്കിലും നമുക്ക് കഴിപ്പിക്കാം. കദളിപ്പഴം വളരെ ശ്രേഷ്ഠമാണ്,
ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയണത്. അപ്പോൾ ഇത് ഇഷ്ടകാര്യസിദ്ധിക്കാണ്. നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഈ പഴം, കദളിപ്പഴം, പാല്, നെയ്യ്, പായസം. അപ്പം എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്, ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു കാര്യത്തിലൊരു സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ വീട്ടു നമ്പർ കിട്ടാനായിട്ടായിരിക്കും, ചിലപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ കറണ്ട് കിട്ടാനായിട്ടായിരിക്കും, ചിലപ്പോൾ വീട് പണി തുടങ്ങാനായിരിക്കും. ആഗ്രഹിച്ചോളൂ, തീർച്ചയായിട്ടും സാധിക്കും. കദളിപ്പഴം അങ്ങോട്ട് മനസ്സറിഞ്ഞ് വിചാരിച്ചോളൂ. 100 പാലും, സർപ്പബലി, ആയില്യപൂജ, ഉരുളി, ഇതെല്ലാം ഇതെല്ലാം സന്താന ലാഭത്തിനായിട്ട് നമുക്ക് വഴിപാട് നേരാം. പായസഹോമം, പാലും പഴവും, അപ്പം, അവിൽ, കരിക്ക് മുതലായവ. പായസഹോമം, പാലും പഴവും, അപ്പവും, അവിലും, കരിക്കും എല്ലാം ഇതെല്ലാം എന്തെങ്കിലും സർപ്പദോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടാനായിട്ട് ഉപകരിക്കും. അപ്പം ഇത്രയും വഴിപാടുകൾ കാര്യങ്ങൾ നിങ്ങൾ ഈ ശനിയാഴ്ച വരുന്ന സമയത്ത് ആയില്യത്തിൽ ഏതാണോ ഉചിതം നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. ഈ ആഴ്ച മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം അടുത്ത ആയില്യത്തിൽ എത്തുന്നതിന് മുൻപായിട്ട് ഒരു ശുഭ സൂചന നിങ്ങൾക്ക് കാണിച്ചു തരും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിൽ ഇനിയും വീഡിയോസ് കാണും, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വീഡിയോസ്, കാര്യങ്ങൾ, ക്ഷേത്രങ്ങൾ, അതിലുള്ള വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം.